ആദമിന്റെ മക്കൾക്ക് വെറുപ്പുണ്ടാക്കുന്ന രണ്ട് കാര്യമാ. ഒന്ന് യക്റഹുൽ മൗത, അവൻ മരണത്തെ വെറുക്കുകയാണ്. മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ആദമിന്റെ മോൻ. ആരും ഇഷ്ടപ്പെടൂലല്ലോ. നിസ്കാരമില്ല, നോമ്പില്ല, ഇബാദത്തില്ല. പെട്ടെന്ന് അറ്റാക്ക് വന്ന് ആശുപത്രിയിൽ കയറുമ്പോ അവൻ തന്നെ പറയും, എങ്ങനെയെങ്കിലും ഒന്ന് ദുആ അർപ്പിക്കണേ, ഉസ്താദിനെ കൂടെ ദുആ അർക്കണേ, ദുആ ചെയ്യാൻ പറയണേ, മക്കളെ എന്ത് സഹായമാണല്ലോ പള്ളിക്ക് ചെയ്തു കൊടുക്കുക, എങ്ങനെയെങ്കിലും വാപ്പായി ഒന്ന് രക്ഷപ്പെടുത്തണേ. മനുഷ്യൻ പറയുന്ന വാക്കാണ്, എങ്ങനെ രക്ഷപ്പെടണം, മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാണല്ലോ എത്ര ഇബാദത്തില്ലാത്തവരും പള്ളിയുമായി ബന്ധമില്ലാത്തവരും അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രിയിൽ കഴിയുമ്പോൾ ഐസിയുവിൽ കിടക്കുമ്പോൾ പെട്ടെന്ന് ദുആ ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടണം. അതിനുവേണ്ടി ദ്വാരക്കാൻ പറയുള്ളൂ. ഈമാനോട് മരിക്കാൻ വേണ്ടി ആരും ദ്വാരക്കാൻ പറയാറില്ല. ഐസിയു കിടക്കുന്ന ഒരാള് ഈമാനോട് അദ്ദേഹം മരിക്കണമെങ്കിൽ ഈമാനോട് മരിക്കട്ടെ എന്ന് വേണ്ടി ദുആ ചെയ്യാൻ പറയല്ല. രക്ഷപ്പെടണം. യക്റഹുൽ മൗത, മരണത്തെ മനുഷ്യൻ വെറുക്കുന്നു. സാമ്പത്തികമായ മാന്ദ്യം, സാമ്പത്തിക കുറവ്, സാമ്പത്തികത്തിൽ ന്യൂനത വരൽ മനുഷ്യന് വെറുപ്പുണ്ടാക്കുന്ന കാര്യമാണ്. സമ്പത്ത് കുറഞ്ഞു പോയാൽ കുടുംബത്തിൽ പ്രശ്നം, അയൽപക്കത്തിൽ പ്രശ്നം, നാട്ടുകാർ തമ്മിൽ പ്രശ്നം, പാർട്ടിക്കാർ വിട്ടുപോവുകയാണ്, സുഹൃത്തുക്കൾ വിട്ടുപോവുകയാണ്, സഹപ്രവർത്തകർ, സഹപാഠികർ, സഹയാത്രികർ എല്ലാം അകന്നു പോവുകയാണ്. എന്റെ ഖില്ലത്തുൽ മാൽ, സാമ്പത്തികമായ മാന്ദ്യം. വിദേശത്തു നിന്ന് പോലും ആളുകളെ പറഞ്ഞുവിടുന്നത് സാമ്പത്തിക മാന്ദ്യത്തിന്റെ പേരിലാണ്. സമ്പത്ത് കുറവ്, കൂട്ടുകാരൻ നഷ്ടപ്പെടും, കൂട്ടുകാരും കാണൂല. ഖില്ലത്തുൽ മാൽ, സാമ്പത്തികമായി കുറവ് വന്നാൽ കൂട്ടുകാരും കാണൂല, സുഹൃത്തുക്കളും കാണൂല. സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ സുഹൃത്തുക്കളും കാണുള്ളൂ, പെണ്ണും പിള്ളയും കാണുള്ളൂ, മക്കളും കാണുള്ളൂ, നാട്ടുകാരും കാണുള്ളൂ. ഈ രണ്ട് കാര്യം ആദമിന്റെ മക്കൾക്ക് വെറുപ്പാണെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പരിശുദ്ധമായ അല്ലാഹു തആല ഖുർആനിലൂടെ ആദ്യം മരണത്തെ നമ്മുടെ മുന്നിൽ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലദീ ഖലഖൽ മൗത് വൽ ഹയാ ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. മരണത്തെയും ജീവിതത്തെയും ഒരു ചോദ്യചിഹ്നമാക്കിയവൻ ആരാണ്? ആ രണ്ട് ഘട്ടങ്ങളിലും പരീക്ഷണ വിധേയനായി അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുന്നവനാരാ? ഇതറിയുന്നതിന് വേണ്ടി മരണത്തെയും ജീവിതത്തെയും ഒരു ചോദ്യചിഹ്നമാക്കിയവൻ, ഒരു പരീക്ഷണമാക്കിയ നാഥാ, നീ മഹോന്നതനല്ലേ, നീ ഉത്കൃഷ്ടനല്ലേ. തബാറക് അല്ലദീ ബിയദിഹിൽ മുൽക്ക്, അവന്റെ കൈകളിലാണെല്ലാം. നിനക്ക് ഒരു ചോദ്യചിഹ്നമാക്കി വെച്ചിരിക്കാൻ മരണം. എത്ര പേരാ പെട്ടെന്ന് മരിക്കുന്നത്, എത്ര പേരാ പെട്ടെന്ന് മരിച്ചു പോകുന്നത്. വളരെ പെട്ടെന്ന്. നഊദു ബില്ലാഹ്, അല്ലാഹു പെട്ടെന്നുള്ള മരണത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ പല സൂറത്തുകളിലൂടെ നരകത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച് ഒക്കെ നമുക്ക് ഉപദേശിച്ചിട്ടുണ്ട്. നരകത്തെ പറഞ്ഞു വരുന്ന ഭാഗത്ത് അല്ലാഹു പെട്ടെന്ന് തന്നെ സ്വർഗത്തെ കുറിച്ചും പറയും. അതാണ് അല്ലാഹുവിന്റെ തർത്തീബ്. നിങ്ങൾ എവിടെയൊക്കെ ഖുർആൻ എടുത്ത് ചോദിക്കോളി. നരകത്തെ പറഞ്ഞു മനസ്സിനെ പേടിപ്പിച്ചിട്ട് അവസാനം അള്ളാഹ് കൊണ്ടെത്തിക്കുന്നത് സ്വർഗത്തെ പറഞ്ഞിട്ടാണ്. അവനെ സന്തോഷിപ്പിക്കാൻ പറ്റും. കുട്ടികളെ വാപ്പ അടിച്ചടിച്ച് ആല പൊട്ടിച്ചു കൊടുത്തിട്ട് അവൻ കരഞ്ഞാൽ നിലവിളിക്കും. അവസാനം വന്നിട്ട് വാ മോനെ, മിഠായി മേടിച്ചരാം, പൊറോട്ട മേടിച്ചരാം, ഇനി മേലെ നീ കളിക്കാൻ പോരുത്, വഴക്കുണ്ടാക്കാൻ പോരുത് കേട്ടോ, ഇനി മേലെ അങ്ങനെ ചെയ്യില്ല കേട്ടോ. വാപ്പാക്ക് ഭയങ്കര വിഷമമായി പോകും, വാപ്പാക്ക് ഒരു ദേഷ്യമായി പോകും. അതുകൊണ്ട് നമുക്ക് വന്നു ബൈക്കിൽ കയറ്റി വെച്ചിട്ട് മിഠായി, ഐസ്ക്രീം ഒക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ അവന്റെ പ്രശ്നം കൊണ്ട് തീർന്നു. ഇതേപോലെ അള്ളാന്റെ പണി. നരകത്തെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞ് പേടിപ്പിച്ച് മനസ്സിൽ കഷ്ടപ്പെട്ട് വിഷമിച്ച് വരുമ്പോൾ അവസാനം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞ് അള്ളാഹു സന്തോഷിപ്പിക്കും. എവിടെ വേണമെങ്കിലും നിങ്ങൾ എടുത്തോയിക്കോളും. ഖുർആനിലെ എവിടെ വേണമെങ്കിലും എടുത്തോക്കും. ഒരായത്തെങ്കിലും സ്വർഗത്തെ കുറിച്ച് അള്ളാഹു തആല പറയാതിരിക്കൂല. സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് തെറ്റ് ചെയ്യുന്നവരുടെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് നരകത്തിൽ ഇടുന്നതിന്റെ അവസ്ഥകളെ കുറിച്ചെല്ലാം ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അങ്ങനെ തുടങ്ങി കുറേ ആയത്തുകൾ അള്ളാഹു തആല പറയുന്നുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വന്നിട്ട് സിനാ ചെയ്യുന്നവർ, വ്യഭിചരിക്കുന്നവർ, അല്ലാഹുക്ക് എതിര് പ്രവർത്തിക്കുന്നവർ, കള്ളം പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ, ഇതുപോലുള്ള ഒരുപാട് അധർമ്മങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു ഇവർക്കൊക്കെ നരകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ല മനുഷ്യരെ കുറിച്ച് അല്ലാഹു പറയുന്ന കൂട്ടത്തിൽ അതേ ആയത്തിൽ തന്നെ, അതേ വരിയിൽ തന്നെ അല്ലാഹു പറയുന്നത്
والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. രാത്രി എഴുന്നേറ്റ് അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. രാത്രി പാതിരാത്രി എഴുന്നേറ്റ് ആ മനുഷ്യർ സദ്വൃത്തരായ മനുഷ്യരുടെ ലക്ഷ്യം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹ് എന്നുള്ള ചോദ്യമാണ്. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ, അതിൽ നിന്ന് തിരിച്ചു കളയണമേ, തെറ്റിച്ചു കളയണമേ. ഏറ്റവും ദുഷിച്ച സങ്കേതമാ, ഏറ്റവും മോശമായ താവളമാണ്, ദുർഘടം പിടിച്ച പാതയാണല്ലാ, അതിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ നാഥാ. പാതിരാ സമയം അള്ളാഹ് പറഞ്ഞു വെക്കാതെ വല്ലതിനെ യബീത്തൂന റബ്ബിയും, പാതിരാത്രി എഴുന്നേക്കണം. നമുക്ക് കിട്ടിയ സമയത്തല്ലേ നമ്മൾ പകൽ സമയത്തല്ലേ ദുആ ചെയ്യാൻ തയ്യാറാവുള്ളൂ. രാത്രി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട സമയം അതാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. ആശയോടും ആശങ്കയോടും സ്നേഹത്തോടും സന്തോഷത്തോടും പ്രതീക്ഷയോടും പടച്ച തമ്പുരാനോട് പാർശ്വങ്ങളെ വിരിപ്പുകളിൽ നിന്ന് വിടർത്തിയിട്ട് അള്ളാന്റെ ദർബാറിലേക്ക് തിരിഞ്ഞ് റബ്ബിനോട് ചോദിക്കുന്നവരുണ്ടല്ലോ. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർക്ക് ഉറക്കം നന്നേ കുറവാണ്. അവർക്ക് ഉറക്കമില്ല, ആർക്കുറക്കമില്ല. നമ്മൾ ഉറങ്ങാത്ത എന്തിനാ? രാവിലെ ചന്തയ്ക്ക് പോണം, രാവിലെ ജോലിക്ക് പോണം, നാളെ എന്നൊരു കേസുണ്ട്, ടെൻഷൻ. രാത്രി 12 മണി വരെ സിനിമ കണ്ടിട്ടിരിക്കും, ഉറക്കമില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഉറക്കം. സാലിഹീങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ പടച്ചോനെ നരകം മുന്നിൽ വന്ന് നിൽക്കുകയാണ്. രാജവമ്പാല എങ്ങനെ വന്ന് നിൽക്കുകയാണ്, മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നരകത്തിന്റെ മോളിൽ നിന്ന് തെള്ളിയിടുമ്പം ആ നരകത്തിന്റെ 70,000-ഓളം വർഷം നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ പോയി വീഴുന്ന ആ രംഗമൊക്കെ സാലിഹീങ്ങളുടെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അവർക്ക് ഉറക്കം വരുന്നില്ല. ഒന്നും മയങ്ങിട്ട് രാത്രി എഴുന്നേറ്റ് തന്നെ അള്ളാന്റെ മുന്നിൽ റബ്ബന സിരിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. പൊട്ടിക്കറിയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തല്ല. ഇവിടെ സ്വർഗം അല്ല അവര് ചോദിക്കുന്നത്, മനസ്സിലാക്കണം. ഈ ആയത്തുള്ള സ്വർഗം ചോദിക്കുന്നില്ലല്ലോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കിട്ടിയാൽ മതി. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം, അതാണ് ഏറ്റവും വലിയ കാര്യം. ചെറിയ ഒരു പദവി സ്വർഗത്തിൽ കിട്ടിയാലും മതി. നരകം നമുക്ക് അംഗീകരിക്കാൻ പറ്റൂലത്, ഉൾക്കൊള്ളാനേ പറ്റൂല. നാറുകും ഹാദിഹി ജുസ്ഉം മിൻ 70 ജുസ്അം മിൻ നാരി ദുനിയാ ഫുല്ലിലത് അലൈഹിന്ന ബി 69 ജുസ്ആ ഖീല യാ റസൂലല്ലാഹ് ഇൻ കാനത് ലകാഫിയാ ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ അനുഭവിക്കുന്ന ചൂട്, ഇന്ന് നിങ്ങൾ കത്തിക്കുന്ന തീയുണ്ടല്ലോ, ഇത് നരകത്തിന്റെ 70-ലെ ഒരംശം മാത്രമാണ് സഹാബ. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറയുകയാണ്, ഇൻകാനത് ലകാഫിയാ, ഇത് തന്നെ മതിയല്ലോ നബിയേ, ഇത് തന്നെ സഹിക്കാൻ കഴിയില്ലല്ലോ ഹബീബേ. ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ഫുല്ലിലത് അലൈഹിന്ന ബി 69 ജുസ്ആ, ഈ ഒരു
ശതമാനത്തോടൊപ്പം 69 ഭാഗം കൂടി അള്ളാഹു കൂട്ടിയിണക്കി 70 ഭാഗമായി കഠിനമായ ചൂടാക്കും സഹാബ. ആ കാലഘട്ടത്തിൽ നരകത്തിന്റെ അവകാശികൾ ഈ ദുനിയാവിലെ ചൂടിന് വേണ്ടി നരകത്തിൽ കിടന്ന് യാചിക്കുമത്രേ. അള്ളാഹുവേ, ആ ദുനിയാവിൽ ഞങ്ങൾ അനുഭവിച്ച ആ ചൂടുണ്ടല്ലോ, അത് നീ ഞങ്ങൾക്ക് നൽകുമോ നാഥാ? ആ ചൂടെങ്ങാനും അവർക്ക് നൽകിയാൽ ലനാമൂ ഫീഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ ദുനിയാവിലെ 100 ഡിഗ്രി സെൽഷ്യസിൽ ആളി കത്തുന്ന തീയെങ്ങാനും നരകാവകാശികൾക്ക് ലഭിച്ചാൽ ലനാമൂ ഫീഹാ, ആ ദുനിയാവിലെ തീയിൽ കിടന്നവർ ഉറങ്ങുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അപ്പൊ നമുക്ക് സഹിക്കാൻ വയ്യ. അവിടുന്ന് ഇങ്ങനെ കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്ന് തൊപ്പുന്ന ഈ ചൂടിന്റെ കാടിനെ സഹിക്കാൻ വയ്യ. ഫു 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 എല്ലായിടത്തും ആയിട്ടുണ്ട്. എ സി അവിടെ ഇവിടെ അവിടെ ഒരു ഫാൻ, ഇവിടെ ഒരു ഫാൻ, ഇവിടെ ഒരു കൂളർ. എന്താ ചൂടില്ല? ഇപ്പൊ സഹിക്കാൻ വയ്യ. ചെറിയ ചൂട്, ചെറിയ ചൂട്. ഈ ചൂട്, ഈ കത്തിക്കുന്ന തീ നരകാവകാശികൾ അള്ളാഹോട് ചോദിക്കും, ഇത് തള്ള, ആ ദുനിയാവിൽ നീ കത്തിച്ച ആ ചൂട് തള്ള, ആ തീ തള്ള, ആ ചൂട് തള്ള. അങ്ങനെ എങ്ങാണ് അവർക്ക് ഈ ചൂട്, ഈ തീ അവർക്ക് നൽകപ്പെട്ടാൽ അതിൽ കിടന്നവർ ഉറങ്ങുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ മറ്റുള്ള തീയെ കുറിച്ച് പറയേണ്ട ആരുണ്ടോ? അതുകൊണ്ടല്ലേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെ കുറിച്ച് എപ്പോൾ ചർച്ച ചെയ്തുവോ പിന്നീട് അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് വെളിവാകത്തക്ക നിലയിൽ ഹബീബായ തങ്ങൾ ചിരിച്ചിട്ടേ ഇല്ല. നമുക്കൊക്കെ ചിരിയല്ലേ? നമുക്ക് ചിരിയാണല്ലോ എപ്പോഴും. എന്തേ ചിരി? മരണത്തെ കുറിച്ച് ഓർമ്മയില്ല, നരകത്തെ കുറിച്ച് ഓർമ്മയില്ല. ഈ ചൂട് അള്ളാഹു തരുന്നത് നമുക്കൊരു ഉദാഹരണമാണ്. ടെസ്റ്റ് ഡോസ്. ഇതൊക്കെ അള്ളാഹു നമുക്ക് ഷോർട്ട് ട്രീറ്റ്മെന്റ് ആണ്. ഇത് നമുക്ക് തരുന്നത് എന്തിനാണ്? ഇതൊക്കെ ഒന്ന് പഠിക്കാനാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട് നാളെ, ഇങ്ങനെയൊക്കെ നാളെ സംഭവം ഉണ്ട്. നിനക്കൊരു ചെറിയ ഒരു സാമ്പിളാണ്. ഡോക്ടർമാർക്ക് വലിയ വലിയ ചാത്തം കുളി കൊടുക്കുന്നതിന് മുമ്പ് ചെറിയ ചാത്തം മരുന്നുകൊണ്ട് കൊടുക്കുക. ഇതൊക്കെ ഉണ്ട്, എളുപ്പമുള്ള സാറേ, നല്ല സൂപ്പർ സാധനമാണ്. കൂടിപ്പോയി 40 വർഷം വരെ അവനൊക്കെ ജീവിക്കുള്ളൂ. നല്ല ഐറ്റം സാധനം. സാറിന് ഞങ്ങളുടെ BMW തരാം, അതൊന്നും അടിച്ചോടി ചെയ്തിക്കോ. യാ അല്ലാഹ്. അയാളെ BMW ചോദിക്കുമ്പോൾ നമ്മൾ ഈ ചാത്തം തന്ന് ചാവാൻ നിൽക്കണം. നടക്കുന്ന കാര്യമൊന്നും ഇല്ലാതൊന്നും ആരും പറയണ്ട. ഈ അടുത്ത സമയം നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ പേര് പറയാൻ ഇനി അവിടെ ചെന്ന് ഡോക്ടറെ തപ്പാൻ നിൽക്കും. ക്യാൻസറിന്റെ അസുഖമായിട്ട് പോയാൽ കൊല്ലക്കാരനാളി എഴുന്നേറ്റ് നടന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ക്യാൻസറിന്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയപ്പം ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്തു. എന്നിട്ട് വേറെ അവന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, 3 മാസത്തേക്ക് ഒളിജിക്കൽ, ഇനി ഇയാളൊക്കെ ജീവിച്ചിട്ട് എന്താ ചെയ്യാൻ, വെറുതെ ഇങ്ങനെ ഇഞ്ചക്ഷൻ വെച്ച് ഇവിടെ വന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേ നടത്തുകയും തീർന്നു, എല്ലാം തീർന്നു. 2 മാസം വരെ ജീവിച്ചുള്ളൂ, മരിച്ചുപോയി. അള്ളാഹു പുറത്തോട്ടുണ്ട്. അതുവരെയ്ക്കും നടന്നുകൊണ്ടിരുന്ന മനുഷ്യനാണ്, തിന്നോണ്ടിരുന്ന മനുഷ്യനാണ്. ക്യാൻസറിന്റെ ഏറ്റവും വലിയ ഡോക്ടർ ഉണ്ടെന്നും പറഞ്ഞ അവിടെ പോയതാ. അപ്പൊ അയാളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ പദ്ധതി പരിപാടി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ വരുന്നവരെ ഇഞ്ചക്ഷൻ വെച്ച് വിട്ടാൽ പിന്നെ കൂടുതലെടുത്തതിന് വേണ്ടി നാട്ടുകാരും വിഷമിക്കണ്ട, വീട്ടുകാരും വിഷമിക്കണ്ട. 3 മാസത്തിലുള്ള ആളുപടിയായി കിട്ടും സംഭവം ഇഞ്ചക്ഷൻ വെച്ചുവിടാൻ. അങ്ങനെയുണ്ട്, മനസ്സിലായി? കണ്ണിൽ ചോരയില്ലാത്തവർ, അങ്ങനെയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, നല്ല ബോധം കൊടുക്കട്ടെ, നല്ല ബോധം കൊടുക്കട്ടെ. ഇതൊക്കെ അല്ല നമുക്ക് എന്ത് പറയാ, അല്ലാതെ വേറെന്ത് പറയാം? കുറെ ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇതൊക്കെ ഒരു ചൂട്, ഇതൊക്കെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കുകയാണ് നാളെ ആഖിറത്തിൽ, നരകത്തിൽ. അതുകൊണ്ട് അള്ളാഹു എപ്പോഴും മരണത്തെ കുറിച്ചാണ് നമ്മുടെ മുന്നിൽ ആദ്യം ഓർമ്മിപ്പിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന ഒന്നീ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇമ്മാലി ജന്നത്തിൻ ആലിയാ വഇമ്മാലി നാരിൻ ഹാമിയാ. ഒന്ന് സ്വർഗം അല്ലെങ്കിൽ നരകം, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, രണ്ടാലൊന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അള്ളാഹു നേരത്തെ ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഖിയാമത്ത് നാളായാലും സ്വർഗവും നരകവും നശിക്കൂല കേട്ടോ. 7 കാര്യം ഖിയാമത്ത് നാളായാലും നശിക്കുകയില്ല എന്നാണ്. സൂറെന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ എല്ലാം നശിക്കും, എല്ലാം തകർന്നു പോകും. 7 കാര്യം ലാ തഫ്നി, അതിന് നാശമില്ല. അതിൽ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അൽ അർശു വൽ കുർസിയ്യു വൽ ലൗഹു വൽ ഖലമു വൽ ജന്നത്തു വന്നാർ വൽ അർവാഹു കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗവും നരകവും നശിക്കൂല, മനുഷ്യന്റെ ആത്മാവ് നശിക്കൂല, ഈ റൂഹും നശിക്കൂല. മരിക്കുക എന്ന് പറഞ്ഞാൽ മരിക്കല്ല, നമ്മുടെ റൂഹ എടുത്തോണ്ട് പോവാണ് മലക്കൾ. ഒന്നുകിൽ ലില്ലിയുൻ അല്ലെങ്കിൽ സിജ്ജിൻ, എവിടെയെങ്കിലും കൊണ്ടുപോയി തൂക്കിയിടും.
അതുകൊണ്ട് അങ്ങനെ ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അതുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നബിതങ്ങളും ദുആ ചെയ്തത്. ദുആ ചെയ്യാൻ എല്ലാവരോടും കൽപ്പിച്ചതും പാവപ്പെട്ട സ്വാലിഹീങ്ങളായ അള്ളാഹുവിന്റെ ദാസന്മാർ പാതിരാത്രി എഴുന്നേറ്റ് മുസല്ലയിൽ ഇരുന്ന് പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്യുന്നത് നരകത്തിൽ നിന്ന് നീ ഒന്ന് രക്ഷപ്പെടുത്തല്ല. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. അങ്ങനെ നരകത്തെ കുറിച്ച് അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു വന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തിന്റെ ശിക്ഷകളെയൊക്കെ പറഞ്ഞു വന്ന് നമ്മളെ ശിക്ഷകളെ കുറിച്ചൊക്കെ നമ്മുടെ പ്രവർത്തികളുടെ കാരണമായി അള്ളാഹു നരകത്തിലിടുന്നതിനെ കുറിച്ചെല്ലാം അള്ളാഹു ഇങ്ങനെ പറഞ്ഞു വരികയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല യുദാഇഫു ലഹുൽ അദാബ് യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാനാ. നികൃഷ്ടരും നിന്ദ്യരുമായി നരകത്തിലേക്ക് പ്രവേശിക്കും, ഇരട്ടി ശിക്ഷയായിരിക്കും എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കുറിച്ച് അഹങ്കാരികൾക്ക് താക്കീത് നൽകിയിട്ട് എന്നിട്ടും പടച്ചവൻ നമുക്ക് നൽകുന്ന കൺസെഷൻ, അഫ്വ്, വിട്ടുവീഴ്ച. ഫഉലൈഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ فأولئك يبدل الله سيئاتهم حسنات. വ്യഭിചരിച്ചവരെ, വ്യഭിചാരികളെ, അഭിസാരികളെ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. മദ്യപിച്ച മദ്യപാനികളെ, അഹങ്കാരികളെ, തമ്മാടികളെ, നിങ്ങൾ എത്രത്തോളം ദുനിയാവിൽ അധർമ്മത്തിന് കൂട്ടുനിന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കേട്ട മാത്രയിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ നീ തയ്യാറുണ്ടോ? ആ നരകത്തിന്റെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് താല്പര്യമുണ്ടോ? നീ മടങ്ങി വാ, മടങ്ങി വാ. കാരുണ്യവാനായ പടച്ചവൻ പറയുകയാ, നീ തൗബ ചെയ്ത് നിന്റെ ശിഷ്ട ജീവിതം അള്ളാന്റെ പൊരുത്തത്തിലും അവന്റെ വഴിയിലൂടെയും നീ കൊണ്ടുപോകാൻ ഒരു പ്രതിജ്ഞ എടുത്താൽ അള്ളാഹു നിനക്ക് നൽകുന്ന സമ്മാനം എന്തെന്ന് പറയട്ടെ. ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. നീ ചെയ്ത വ്യഭിചാരം അല്ലാഹു നന്മയാക്കി മാറ്റും. നീ പറഞ്ഞ കള്ളം അല്ലാഹു നന്മയാക്കി മാറ്റും. നീ കാണിച്ച കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവ് കൊണ്ടുള്ള എല്ലാ തെമ്മാടിത്തരങ്ങളും കോപ്രായങ്ങളും അല്ലാഹു സുന്നത്ത് നമസ്കാരമാക്കി മാറ്റുമത്രേ. നിന്റെ മദ്യപാനത്തെ അല്ലാഹു ഖൈറായ അമലാക്കി മാറ്റുമത്രേ. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്. അവന്റെ സയ്യിആത്തുകൾ മുഴുവനും അല്ലാഹു ഹസനാത്തുകളാക്കി മാറ്റും. ഇത്ര വലിയ കരുണ ആരാ ലോകത്ത് ചെയ്യാ? വ്യഭിചരിച്ചവൻ തൗബ ചെയ്ത് മടങ്ങി അല്ലാഹുവിലേക്ക് 12 വർഷം വ്യഭിചരിച്ചിരുന്നവനാണ്. 12 വർഷം വ്യഭിചരിച്ചിരുന്നവനാണ്. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. ഇനി മേലിലില്ല അല്ലാഹ്, ഇന്നി അത്തൂബു ഇലൈക മിനസ് സിനാ. ഞാൻ സിനായിൽ നിന്ന് വ്യഭിചരിക്കുന്നു, വ്യഭിചാരത്തിൽ നിന്ന് ഞാൻ തൗബ ചെയ്യുന്നു അല്ലാഹ്. എന്റെ വിവരമില്ലായ്മയുടെ പേരിൽ ചെയ്തു പോയതാണ്, മാപ്പാക്കണേ അല്ലാഹ്. ഇല്ല റബ്ബേ, ഇല്ല റബ്ബേ. അല്ലാഹുവിന്റെ ദർബാറിൽ മാപ്പ് ചോദിച്ചു പൊട്ടിക്കരഞ്ഞു. വല്ലാഹി സത്യം, പടച്ച തമ്പുരാൻ അവൻ 12 വർഷം വ്യഭിചരിച്ച വ്യഭിചാരം അള്ളാഹു ഹസനാത്താക്കി മാറ്റി കൊടുക്കും എന്ന് പറഞ്ഞാൽ അതൊക്കെ നന്മയുടെ ഭാഗത്തേക്ക് അള്ളാഹ് ഇട്ടു കൊടുക്കും. അത്ര വലിയ ഭാഗ്യം. അള്ളാഹ് ഇതിൽ കൂടുതൽ എന്ത് കരുണ ചെയ്യണം മനുഷ്യന്? 12 വർഷം അവൻ 4000-ഓളം പെക്കടിച്ചവനാണ്. തൗബ ചെയ്ത് അള്ളാഹിലേക്ക് മടങ്ങി. അത് മുഴുവനും സംസം വെള്ളം കുടിച്ചതിന്റെ പട്ടിയൽ അള്ളാഹ് എഴുതി കൊടുക്കും, എഴുതിത്തള്ളും. അള്ളാഹ്ക്ക് എഴുതി തള്ളിക്കൂടെ? ഗവൺമെന്റിന് കട എഴുതി തള്ളുന്നത് പോലെ പടച്ചവൻ എഴുതി തള്ളിക്കൂടെ? ഇൻഷാ അഅദബഹു വ ഇൻഷാ ഗഫറ ലഹു. അള്ളാഹ്ക്ക് എഴുതി തള്ളാം. പടച്ചവനെ അപേക്ഷിച്ചിടത്തൊന്നും വലിയ കാര്യമല്ല. അള്ളാഹെ അപേക്ഷിച്ചിടത്തോളം അള്ളാഹ് എല്ലാം എഴുതിത്തള്ളും. പക്ഷെ വരണം, അള്ളാഹിലേക്ക് വരണം. അതാണ് അള്ളാഹുവിന്റെ ആഗ്രഹം. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് എന്നല്ല പറഞ്ഞത്. ഇത്ര വലിയ ഭാഗ്യം. എന്നാലും മനുഷ്യൻ നരകത്തിൽ പോകരുത്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. മനുഷ്യൻ നരകത്തിൽ പോകരുത്. നീ തൗബ ചെയ്തു അള്ളാഹിലേക്ക് ഒന്ന് മടങ്ങിയാൽ മതി. നീ മരിക്കുന്നതിന് മുമ്പ്, ഗർഗറായി എത്തുന്നതിന് മുമ്പ് നീ ഒന്ന് തൗബ ചെയ്ത് അള്ളാഹിലേക്ക് മടങ്ങ്. നിനക്ക് ഞാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. അള്ളാഹ് ഇതിൽ കൂടുതൽ വാഗ്ദാനം എന്ത് ചെയ്യണം നമുക്ക്? ഇതിനേക്കാൾ ഒരു വാഗ്ദാനം അള്ളാഹു നമുക്ക് എന്ത് ചെയ്യണം? സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പറയൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എപ്പോഴും നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ.
ഇനി ഈ തെറ്റുകളിൽ നിന്ന് മാറാത്തവൻ, ഒഴിയാത്തവൻ, തെറ്റുകൾ ചെയ്തിട്ട് തൗബ ചെയ്യാത്തവൻ, ഇനി തൗബ ചെയ്തിട്ട് വീണ്ടും പഴയപടി പോകുന്നവൻ, അവന് സ്വർഗത്തിൽ അല്ലാഹു സ്വർഗപ്രവേശനം അല്ലാഹു നൽകിയില്ല. അത് വേറെ. لما خلق الله تعالى الجنة قال الله لها تكلمي. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹു സ്വർഗത്തെ സൃഷ്ടിച്ച് സ്വർഗത്തോട് സംസാരിക്കാൻ പറഞ്ഞപ്പോ സ്വർഗം സംസാരിക്കുകയായി. വഇസ്സതിക വജലാലതിക സഈദ മൻ ദഖലനി സഈദ മൻ ദഖലനി. അല്ലാഹുവേ, നിന്റെ അന്തസ്സും അഭിമാനവും തന്നെയാണ് സത്യം, നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം. എന്നിലേക്ക് പ്രവേശിച്ചവൻ അവൻ ഭാഗ്യവാനാണ് നാഥാ, അവൻ വിജയം വരിച്ചവനാണ് അല്ലാഹ്. സ്വർഗം മറുപടി പറയാണ്. സ്വർഗത്തെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് സ്വർഗത്തോട് സംസാരിക്കാൻ പറഞ്ഞപ്പോ സ്വർഗം പറഞ്ഞു, എന്നിലേക്ക് പ്രവേശിച്ചവനൊക്കെ രക്ഷപ്പെട്ടല്ലോ അല്ലാഹ്. പിന്നെന്താ അവർക്ക് വിഷമം? പിന്നെന്താ അവർക്ക് ദുഃഖം? അവർക്ക് പിന്നെന്താ പ്രയാസം? അവർക്ക് പ്രയാസപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, അവർ വിഷമിക്കേണ്ടതില്ല. അപ്പൊ അല്ലാഹ് പറഞ്ഞ മറുപടി, സ്വർഗമേ സ്വർഗമേ വഇസ്സതി വജലാലി ലാ യസ്കുനു ഫീകി സമാനിയതു നഫരിൻ മിനൻ നാസ്. എന്റെ ദാസന്മാരിൽ, എന്റെ ദാസിമാരിൽ 8 വിഭാഗക്കാരെ ഈ സ്വർഗത്തിന്റെ സുഗന്ധം ഞാൻ ആസ്വദിപ്പിക്കുകയില്ല. ഈ സ്വർഗത്തിലേക്ക് അവർക്കൊരു സ്ഥാനവും ഞാൻ നൽകുകയില്ല. ഈ സ്വർഗത്തിൽ അവർക്ക് പാർക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുകയുമില്ല. 8 വിഭാഗം ആളുകളെ എന്റെ സമുദായത്തിൽ, എന്റെ ദാസന്മാരിൽ 8 വിഭാഗക്കാരെ സ്വർഗത്തിൽ ഞാൻ പ്രവേശിപ്പിക്കൂല. അല്ലാഹു പറയാണ് സ്വർഗത്തോട്, അല്ലാഹു പറയാണ് സ്വർഗത്തോട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്ന് അൽ മുദ്മിനുൽ ഖംർ, മദ്യം കുടിക്കുന്നവൻ, മദ്യവുമായി ബന്ധപ്പെടുന്നവൻ, സ്ഥിരമായി മദ്യപിക്കുന്നവൻ. മദ്യത്തിൽ അവൻ ഒഴിവാകാറേ ഇല്ല, തൗബ ചെയ്യാൻ താല്പര്യമില്ല. അവൻ മദ്യപിച്ച് തന്നെയാണ് മരിച്ചു പോണത്. ഇവന് സ്വർഗത്തിൽ ഒരു പ്രവേശനം അല്ലാഹു നൽകുകയില്ല. അൽ മുദ്മിനുൽ ഖംർ, മദ്യപിക്കുന്നവന് സ്വർഗത്തിൽ വിശദീകരിക്കാൻ സമയമില്ല, വിശദീകരിക്കാനുള്ള സമയമായ അത് മാത്രം വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് വേണമെങ്കിൽ കുടി, വേണമെങ്കിൽ കുടിക്കണ്ട, നിങ്ങളുടെ ഇഷ്ടം. ഇൻഷാ അടി, ഇൻഷാ തറക്ക. ഇഷ്ടം ഉണ്ടെങ്കിൽ കുടിച്ചോ, ഇഷ്ടമില്ലെങ്കിൽ കുടിച്ചോ. അല്ലാഹു പറഞ്ഞ നിബിധങ്ങൾ അല്ലാഹു തആല പറഞ്ഞതായി ഫീമാ യർവീഹി അൻ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന് റിവായത്ത് ചെയ്ത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മദ്യവുമായി ബന്ധപ്പെടുന്നവൻ, മയക്കുമരുന്നുമായി ബന്ധപ്പെടുന്നവൻ, ചരസ് കഞ്ചാവുമായി ബന്ധപ്പെടുന്നവൻ, അവൻ തൗബ ചെയ്യാൻ ഒരു അവസരം അവന് ലഭിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് അവൻ മരിച്ചുപോയാൽ അവന് സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാനുള്ള ഭാഗ്യം അല്ലാഹു അവൻ എടുത്തു കളയും. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കട്ടെ, കാത്തുരക്ഷിക്കട്ടെ. ഈമാനില്ലല്ലോ, പിന്നെങ്ങനെയാണ് സ്വർഗത്തിൽ പ്രവേശനം കിട്ടുക? എങ്ങനെ സ്വർഗത്തിൽ? വഇന്ന ശാരിബൽ ഖംറി യജീഉ യൗമൽ ഖിയാമ മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഅൻ ലിസാനുഹു അലാ സദ്രിഹി. മദ്യപാനി തൗബ ചെയ്യാതെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയാൽ നാളെ മഹ്ശറിന്റെ കോടതിയിലേക്ക് അവനെ കൊണ്ടുവരുന്നത് പേപിടിച്ച നായുടെ നാവ് നെഞ്ചിലേക്ക് ഇറങ്ങിക്കിടക്കുന്നത് പോലെ അവന്റെ നാവ് താഴേക്ക് ഇറങ്ങിക്കിടക്കുകയും ആ നാവിന്റെ ഇരുഭാഗങ്ങളിൽ നിന്ന് ഈളയിറ്റ് വീണുകൊണ്ടിരിക്കുകയും ചെയ്യുമത്രേ. അന്ന് വിചാരണയ്ക്ക് മഹ്ശറിൽ നിൽക്കുന്നവര് പോലും ആ വൃത്തികെട്ടവനെ നോക്കിയിട്ട് പറയും, ദുനിയാവിൽ ഇവൻ മദ്യപിച്ചവനാ. ആ മദ്യപാനിക്ക് നാളെ സ്വർഗപ്രവേശനമേ ഇല്ല. എങ്ങനെയെങ്കിലും ചാടി സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി അവൻ സിറാത്ത് എന്ന പാലത്തിലേക്ക് കയറും. അന്ന ശർബതൽ ഖംർ ഇദാ അതൗ അല സിറാത്ത് തതഖത്തഫഹുമുസ് സബാനിയാ. മദ്യപാനി സിറാത്ത് എന്ന പാലത്തിലൂടെ പ്രവേശിച്ച് സ്വർഗത്തിലേക്ക് കടക്കാൻ അവൻ പരിശ്രമിച്ചാൽ മാലാകമാർ വന്നവനെ നരകത്തിലേക്ക് തള്ളിയിടുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി തള്ളിയിടും. അപ്പോഴേ അവനെ അങ്ങനെ സൂചിപ്പിക്കാൻ പറ്റൂല, അവനെ അങ്ങനെ കൊണ്ട് സൂടാൻ. മലക്കളുടെ പണി അതാണ്. മലക്കൾ എന്ന് പറഞ്ഞ ഹിലാലുൻ ഷിദാദ്, ഭയങ്കര സാധനങ്ങളാണ്.
ഭയങ്കര സാധനങ്ങളാ മലക്കള്. അതുകൊണ്ട് അവരിങ്ങനെ നോക്കിയിരിക്കണം, നിന്നൊക്കെ ഞാൻ കൈകാര്യം ചെയ്തുതരാം. അള്ളാന്റെ മുന്നിൽ വിട്ടുവീഴ്ച എങ്ങോട്ട് വാ, നമുക്ക് പറ്റുന്നിടത്തോളം വെച്ച് വീക്കി കളയും. അപ്പൊ ഒന്ന് മദ്യപിക്കുന്നവൻ സ്വർഗത്തിൽ പോകാൻ പറ്റൂല. തൗബാച്ച് അള്ളാഹു തൗബാച്ച് തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ഇതുമായി ബന്ധപ്പെടുന്നവരുണ്ടെങ്കിൽ ഒഴിവാക്ക്, അള്ളാഹുടെ ദുആച്ച്. സംസം വെള്ളം കുടിച്ചിട്ട് ദുആച്ച്, ആ ഒരു മോശമായ സ്വഭാവം മാറിക്കിട്ടും. അല്ലെങ്കിൽ നരകം വെസ്റ്റ്. ഈ ചൂട് قالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. നരകത്തെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ പ്രവാചകരെ. അത് കഠിനമായ ചൂടാണ്, കഠിനമായ ചൂടാണ്. ഖുൽ നാറു ജഹന്നം, ആ ജഹന്നം എന്ന് പറയുന്ന നാർ അശദ്ദു ഹറാ, അത് വല്ലാത്ത ചൂടാണ്. ലൗ കാനു യഫ്ഖഹൂൻ, ബുദ്ധിയുള്ളവൻ, ചിന്തിക്കുന്നവൻ, മനസ്സിലാക്കുന്നവൻ വേണമെങ്കിൽ മനസ്സിലാക്കട്ടെ. അല്ലാഹു പറഞ്ഞ വാക്കാണ്. ലൗ ഇഷ്ടമുണ്ടെങ്കിൽ അവൻ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ വിട്ടേരെ. ഖല്ലി വല്ലി യാ അല്ലാഹ്, അനക്ക് ഞാൻ പിടിച്ചോളാൻ പറ്റേ. അല്ലാഹ്ക്ക് പോലെ ആവശ്യമൊന്നുമില്ലല്ലോ. അല്ലാഹ്ക്ക് ബന്ധു, അവന് സുഖം, അവൻ യജമാനൻ, അവൻ സിംഹാസനായി ഇങ്ങനെ സുഖിച്ചിരിക്കുകയാണ്. അവനിപ്പോ എന്ത് പ്രശ്നം? നമ്മൾ കിടന്ന് തീക്കകത്ത് കിടന്ന് കെട്ടി പറയും. അൽഫഹം തിന്നുമ്പോ ഓർത്ത കോഴിയൊക്കെ എങ്ങനെയാണ് അൽഫഹം അടിച്ച് തന്തൂരി ചിക്കനാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിരുന്ന ഒരു ഫുൾ ഫഹം അടിക്കുമ്പോഴേ ഒരു കൊച്ചുകുട്ടിയെ പോലെ 2 കൈയും 2 കാലൊക്കെ ആയിട്ട് ഒരു സാധനം കരിഞ്ഞ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഓ കാല് പിടിച്ച് അങ്ങോട്ട്, കാല് പിടിച്ച് ഇങ്ങോട്ട് വിളിക്കുക. ഇതൊക്കെ അള്ളാഹ് തന്നത് തിന്നുമ്പോ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഓർക്കാനല്ല, അത് ചുട്ടുകരിച്ച് മുന്നേ കൊണ്ട് തരുമ്പോഴുള്ള തീറ്റ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. അൽഫഹം, അൽ ഫഹം എന്നുള്ളതാണ് ഫഹമാക്കിയത്. ശരിയാ, ഫഹമ് ചിന്തിക്കടാ മനുഷ്യ എന്നാണ് എന്റെ അർത്ഥം. അൽ ഫഹമ് ചിന്തിച്ചോ, ഒന്ന് ചിന്തിച്ചോ. ഈ സാധനം ഉണ്ടല്ലോ, ഇരിക്കുന്ന സാധനം എന്ന് പറയുന്നത് ഇതേപോലെ ആവാൻ സാധ്യതയുണ്ട്. നീ ആഖിറത്തിൽ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അൽ ഫഹം എന്നാണ് കരിയിലൂടെ എന്നുള്ള അർത്ഥമാണ്. അതിപ്പോ അൽ ഫഹമു ഫഹമു എന്നാക്കി, അത് കൊള്ളാം. ആ അർത്ഥമുള്ള ഫഹമു, ബുദ്ധി, ഇത് ചിന്തിക്കാൻ പറ്റിയ സാധനം. ഷവായി നല്ല സാധനം, ചിന്തിക്കാൻ പറ്റിയ സാധനം. അങ്ങനെ കറക്കുന്ന വഴിയാണ്, ഇങ്ങനിട്ട് കറക്കും. നരകത്തിൽ, അല്ലാഹ് എന്ന നരകത്തിൽ കിട്ടുന്ന സാധനമാണ് ഷവായി. ഇവിടെ ദുനിയാവിൽ ഷവായി തിന്നുന്നവർക്ക് നാളെ നരകത്തിൽ പോയിട്ടില്ല. അല്ലാഹ് നരകത്തിൽ പോയി ചോദിച്ചാൽ 2 ഷവായി വരട്ടെ, 2 ഷവായി വരട്ടെ. ശരീരത്തിന്റെ ഓരോരോ രോമകൂമങ്ങൾ, ചർമ്മങ്ങളെ മുഴുവൻ ഉരിച്ചു കളയുന്ന നരകമാണ് ശവ്വാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് എപ്പോഴും പറയും, സുബഹി നമസ്കാരം കഴിഞ്ഞ്, മഗ്രിബ് നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിനോട് കുറഞ്ഞതൊരു 10 പ്രാവശ്യം ഇല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണം. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അജ്ർനി മിനന്നാർ, അജ്ർനി മിനന്നാർ, അജ്ർനി മിനന്നാർ, അജ്ർനി മിനന്നാർ. എപ്പം നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചാലും 3 പ്രാവശ്യം ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് കാവൽ ചോദിച്ചാൽ ആ നരകം അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ അജ്ർഹു, പടച്ചവനെ അതിൽ നിന്ന് നീ അവനെ രക്ഷപ്പെടുത്തുക. ഇത്രയും കടന്ന് ചോദിക്കല്ലേ നിന്നോട്, നീ രക്ഷപ്പെടുത്തുക. ആരെങ്കിലും 3 പ്രാവശ്യം സ്വർഗത്തെ കുറിച്ച് ചോദിച്ചാൽ ആ സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹു, അവനെ നീ പ്രവേശിപ്പിക്കല്ല. കുറെ നാളായിട്ട് അവൻ ഇങ്ങനെ നടക്കല്ലേ, പ്രവേശിപ്പിക്കല്ല. അപ്പൊ 8 വിഭാഗത്തിൽ ഒരു വിഭാഗം എന്താ? മദ്യപിക്കുന്നവർ. 2 അൽ മുസിറു അലാ സിനാ, സ്ഥിരമായി ഇവന്റെ തൊഴിൽ വ്യഭിചാരമാണ്, സ്ഥിരം പണി തന്നെയാണ്. സ്ഥിരമായി ഇതിൽ നിന്ന് മാറാതെ, ഒഴിവാകാതെ, തൗബ ചെയ്യാതെ ഈ വ്യഭിചാരവുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് നാളെ അല്ലാഹു നരകത്തിൽ നിന്നും മോചനം നൽകുകയില്ല, സ്വർഗത്തിൽ അവർക്ക് പ്രവേശനമില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, സഹായിക്കട്ടെ, സംരക്ഷിക്കട്ടെ. തൗബ ചെയ്തോളി. വ്യഭിചാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ലിംഗം കൊണ്ട് മാത്രം ചെയ്യുന്ന പണിയല്ല. കണ്ണുകൊണ്ട് കാണുന്നത് വ്യഭിചാരം, കാതുകൊണ്ട് കേൾക്കുന്നത് വ്യഭിചാരം, ചുണ്ടുകൊണ്ട് ഉമ്മ വെക്കുന്ന വ്യഭിചാരം, നാവ് കൊണ്ട് ഉറിഞ്ചുന്നത് വ്യഭിചാരം, നല്ല വ്യഭിചാരം. ഓരോന്നിനും വ്യഭിചാരം ഉണ്ടല്ലോ. വ്യഭിചാരം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അല്ലൈനാനി തസ്നിയാത് ഫസിനാഹുമാ നളറൂ. നയൻതാരയുടെ ഭാഗത്ത് മൊത്തം നോക്കുന്നത്, ഓഹോ കാവ്യമാധവനെ നോക്കുന്നത്, ഐശ്വര്യ റായെ നോക്കുന്നത്, ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോ ആ ശരീരം മുഴുവൻ ഇങ്ങനെ ഒപ്പിയെടുത്ത് ഇങ്ങനെ എടുക്കല്ലേ. ക്യാമറ കണ്ണ്, സാംസങ്ങിന്റെ സെറ്റിന് പോലും ഇത്ര പവർ ഇല്ല. മനുഷ്യന്റെ സെറ്റ് പോയി ഇങ്ങോട്ട് മൊത്തം ഇങ്ങനെ ഒപ്പിയെടുക്കാണ്. അത് വ്യഭിചാരമാണ്. അത് വ്യഭിചാരം. വെറുതെ ഒന്ന് ജസ്റ്റ് ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി നോക്കുന്ന പോലെ അല്ലല്ലോ, നിങ്ങൾ നോക്കല്ല, വ്യഭിചാരമാണ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അങ്ങനെയുള്ള നോട്ടം അത് വ്യഭിചാരമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, സൂക്ഷിക്കണം. കണ്ണിന്റെ വ്യഭിചാരം.
ചുണ്ടിന്റെ വ്യഭിചാരം ചുംബിക്കൽ, അത് വ്യഭിചാരം തന്നെയാണ്, അത് വ്യഭിചാരമാണ്. നാക്കിന്റെ വ്യഭിചാരം അന്നുത്തക്ക്, സംസാരിക്കലാണ്, ഫോണിൽ കൂടെ സംസാരിക്കൽ, സൊറ പറയാ, എടുക്കത്ത സൊള്ളൊക്കെ മണിക്കൂറുകളോളം. വാപ്പ മരിച്ചു എന്ന് പറഞ്ഞത് ഫോൺ വിളിക്കാൻ നിൽക്കുക, എത്ര നേരം കൊണ്ട് വിളിക്കുക, ബിസി 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 ബിസി, ഒടുക്കത്ത ബിസി. വാപ്പ മരിച്ച കാര്യം പറയാൻ, അല്ലെങ്കിൽ വണ്ടി ഇടിച്ചിടക്കുന്ന വാപ്പ, അടാ നീ അവിടെ ബിസിയാ ബിസി, നീ ചുമ്മാ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാളെ, ഇന്നലെ ഇപ്പൊ ഒരു ലൈനിൽ നിൽക്കുകയാണ് സംഭവം, ഒരു അത്യാവശ്യം. എന്നാലും പറഞ്ഞവൻ ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചാണ്, അത് നെറ്റിൽ നിന്ന് വിളിച്ചതാ, കുറെ താമസിച്ചതാന്ന് ഒരു കള്ളം, അത് വേറെ, അതിനും കിട്ടുപിടി, കള്ളം പറഞ്ഞു തന്നെ. ഏപ്രിൽ ഫുൾ 1-ാം തീയതി നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും? ഞാൻ അവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിനെ കുറിച്ച്. നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ, നല്ല റാഹത്തായിട്ട് കിട്ടിക്കോളും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങൾ, ഇതൊക്കെ വ്യഭിചാരമാണ്. കൈകൊണ്ടുള്ള വ്യഭിചാരം അൽ ബത്ഷു, പിടിക്കൽ, അൽ ബത്ഷ് വ്യഭിചാരം. കൈകൊണ്ടുള്ള നിക്കാഹ് അതറിയാമല്ലോ, സംഭവം ഇഷ്ടം പോലെ കേട്ട് പരിചയമുണ്ടല്ലോ, കൈകൊണ്ടുള്ള നിക്കാഹ്. അപ്പം വിവാഹം കഴിക്കാതെ കൈകൊണ്ട് നമ്മൾ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താ സംഭവിക്കുക? ഇന്ന ഖൗമൻ യുഹ്ശറൂന യൗമൽ ഖിയാമ വഅയ്ദീഹിം ഹുബാലാ മിനസ്സിനാ ഔ കമാ ഖാല റസൂലുള്ളാഹി. അതൊരു സൈസ് വ്യഭിചാരമാണെന്നാ ഹദീസ്. മുഷ്ടിമൈഥുനം, കൈകൊണ്ടുള്ള സുഖം അനുഭവിക്കൽ, കൈകൊണ്ട് ഇന്ദ്രിയസ്ഖലനം പുറപ്പെടുവിക്കൽ. അതുകൊണ്ട് അതെന്താ? ഒരു തരം വ്യഭിചാരമാണ്. നബി തങ്ങൾ പറയാണ്, ഞാനല്ലല്ലോ പറഞ്ഞത്. യുഹ്ശറൂന യൗമൽ ഖിയാമ വഅയ്ദീഹിം ഹുബാലാ, അവരുടെ വിരലുകൾ നാളെ ഗർഭിണികളായിരിക്കും, മിനസ്സിനാ, സിനായുടെ പേരിൽ. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് കൃത്യസമയത്ത് കല്യാണം കഴിക്കണം. അതീത പോകുന്നു എനിക്കറിയില്ല, ബാക്കിയൊന്നും അല്ലാഹു അലം. ഇത് അങ്ങനെ ആയിക്കോട്ടെ, ജായിസ് അല്ലേ ഉസ്താദ്, ഇങ്ങനെയാണെങ്കിൽ ജായിസ് അല്ലേ ഉസ്താദ്, അതൊക്കെ ജായിസ് എന്ന് പറയുന്നവരെടുത്തിട്ട് പോയി ചെയ്തിട്ട് ജായിസ് ആയിട്ട് പോയി ചെയ്തോളി, നമുക്ക് വിഷയമില്ല. നമ്മൾ നമ്മുടെ കാര്യം പറയാം, അവള് പഠിച്ചനുസരിച്ച് അവള് പറഞ്ഞു തരികയാണ്, നമുക്കത് അറിയുള്ളൂ. ഹദീസ് ആണ് വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനീ പണിക്ക് പോണത്? കല്യാണം കഴിക്കുന്ന സമയമാകുമ്പോ ചുമ്മാ എന്തെങ്കിലും ക്രോണിക് ബാച്ചിലൂടെ മൂക്കിലെ രോമം നരയ്ക്കുന്നവരെ 10-35 വയസ്സ് വരെ ജീവിച്ചിറക്കേണ്ട കാര്യം എന്താ? പോയി പെണ്ണിട്ടോ മനുഷ്യ പെട്ടെന്ന്. ചുമ്മാ ഇങ്ങനെ അടക്കാണ്ട് ശരീരം നശിപ്പിക്കാൻ വേണ്ടി വടക്കാക്കാൻ വേണ്ടി ഇങ്ങനെ അടക്കുന്നത് എന്തിനും വല്ല ആവശ്യമുണ്ടോ? അപ്പൊ പെണ്ണിട്ട് അള്ളാഹു നിനക്ക് ആഫിയത്ത് തരും. അന്നാകിഹു യുരീദുൽ ഇസ്തിഅഫാഫ ഹഖ്ഖുൻ സലാസത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി യൗനുഹും. 3 വിഭാഗക്കാരെ സഹായിക്കൽ അള്ളാന്റെ ബാധ്യതയാണ്. അതിൽ ഒരു വിഭാഗം അന്നാകിഹു യുരീദുൽ ഇസ്തിഅഫാഫ, പരിശുദ്ധി ആഗ്രഹിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ അള്ളാഹു സഹായിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കല്യാണം കഴിക്കണം. ഇനി ചില ആളുകളുണ്ട് വ്യഭിചാരം സ്ത്രീകളുമായിട്ടല്ല, പുരുഷന്മാരുമായിട്ട്. സൊഡോമികൾ, പ്രകൃതി വിരുദ്ധ പരിപാടി. പുരുഷന്മാര്, സ്ത്രീകള്, അങ്ങനെയുണ്ട്. അങ്ങനെയും കുറെ വിഭാഗമുണ്ട്. അങ്ങനെ ഒരാൾ, അവരെ കുറിച്ച് 2 ഹദീസ് കേട്ടോളി. അതൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലാഹുവല്ല ഉണ്ടോ ഇല്ലാതെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊന്നും പറയൂലല്ലോ. സംഭവം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊന്നും വെറുതെ അല്ലല്ലോ പറയുന്നത്. നബീന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ 4 വിഭാഗക്കാർ യുസ്ബിഹൂന മിൻ ഗളബില്ലാഹ് വയുംസൂന ഫീ സഖത്തില്ലാഹ്. 4 വിഭാഗക്കാർക്ക് രാവിലെയും വൈകിട്ടും അല്ലാഹുവിന്റെ കോപം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയേ, അവർ ആരാണ് നബിയേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ വൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർറിജാൽ വല്ലദീ യഅതി അൽദകറാ വല്ലദീ യഅതി അൽബഹീമാ ഔ കമാ ഖാല റസൂലുള്ളാഹി. 4 വിഭാഗക്കാരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്, കോപമാണ്. അള്ളാഹു അവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ മേല് കോപം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാ. അവരാരാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ ഒന്നാമതായി നബി തങ്ങൾ പറഞ്ഞത് പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണുങ്ങളാണ്. രണ്ടാമതായി പറഞ്ഞത് ആണിന്റെ വേഷം ധരിക്കുന്ന പെണ്ണുങ്ങളാ. മൂന്നാമതായി വല്ലദീയതി അസ്സകറാ ഐ അർജുലാ, പുരുഷന്മാർ അവർ
അവരുടെ വികാര പൂർത്തീകരണത്തിന് വേണ്ടി പുരുഷനെ സമീപിക്കുന്നുവെങ്കിൽ അവന്റെ മേലും ശാപമാണ്. അതേപോലെ സ്ത്രീകൾ വസാറത്തിൽ മുബാഹാത്തു ബിൽ മഅസിയ വത്തഫർരിജാലു ബിർരിജാലി വന്നിസാഉ ബിന്നിസാ. ആണിനെ കൊണ്ട് തൃപ്തിപ്പെടുക, പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുക. ആണുങ്ങൾ തമ്മിൽ, പെണ്ണുങ്ങൾ തമ്മിൽ, ഇത് രണ്ടും ആകും. പുരുഷന്റെ മേൽ പുരുഷൻ, പുരുഷന്റെ മേൽ പുരുഷൻ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ മേൽ ശാപം. മൃഗങ്ങളോട് വീഴ്ച ചെയ്യുന്നവന് അള്ളാഹുവിന്റെ ശാപമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി.